ഹായ് നമസ്കാരം. നമുക്കിന്നൊരു തക്കാളി കറി ഉണ്ടാക്കി നോക്കാം. കറി വലിയ കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന തക്കാളി കറി ഉണ്ടാക്കി നോക്കാം. അതിന് ഒന്നോ രണ്ടോ തക്കാളി മതി. ഞാൻ എടുത്തിരിക്കുന്നത് 3 തക്കാളിയാണ്. അതിനാവശ്യമുള്ളത് വെളിച്ചെണ്ണ ആയിരിക്കണം. വെളിച്ചെണ്ണ ആയാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഓയിലായാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. സൺഫ്ലവറോ മറ്റെന്തെങ്കിലും ഓയിലായാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. സവാളയോ ചെറിയ ഉള്ളിയോ ഉപയോഗിക്കാം. ചെറിയ ഉള്ളിയാണ് എപ്പോഴും പറയുന്ന പോലെ ടേസ്റ്റ്. ചെറിയ ഉള്ളി ഒരു കൈ അളവിൽ ചെറിയ ഉള്ളി, കുറച്ച് ഒരു പീസ് ഇഞ്ചി, ഇതൊക്കെ ചതച്ച് മിക്സിയിൽ ഞാൻ ഒറ്റ കറക്കം കറക്കി എടുത്തതാണ് കേട്ടോ. അതിൻ്റെ കൂടെ വേപ്പിലിട്ട് നന്നായി വഴറ്റിയെടുക്കുക. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ മല്ലി 2 സ്പൂൺ ഇടണം. മുളക് എരിവിൻ്റെ പോലെ ആവശ്യത്തിന്. ഞാൻ 2 തരം മുളക് ഉപയോഗിക്കും. കശ്മീരി ഉപയോഗിക്കും, സാധാ മുളക് ഉപയോഗിക്കും. കശ്മീരി ഇവിടെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ചും ഉപയോഗിക്കും. സാധാരണ അങ്ങനെ ഉപയോഗിക്കുന്നതല്ല, കശ്മീരി പൊടി ഉള്ള കാരണം ഉപയോഗിക്കുന്നു. നല്ല അതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഞാൻ നല്ല നീളത്തിലാണ് കേട്ടോ, സ്ലൈസാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ അങ്ങനെയാണ് കുറേ കാലം മുമ്പേ അങ്ങനെ ചെയ്യാറ്, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. കുറച്ച് വെന്ത് കഴിയുമ്പോൾ ഉടഞ്ഞു പോകുന്നതാണല്ലോ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെറുതാക്കിയിടാം. ഒരു 5 മിനിറ്റ് അത് ഒന്ന് ഇളക്കി മൂടി വയ്ക്കുക. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി കഴിയുമ്പോഴാണ് കുറച്ചും കൂടി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് ഒരു 5-10 മിനിറ്റ് നേരം മൂടി വയ്ക്കണം. നമ്മുടെ മത്തങ്ങയുടെ ഷേപ്പിലുള്ള തക്കാളി ആണെങ്കിൽ, അതായത് നാടൻ തക്കാളി ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് കുറച്ച് സമയമെടുക്കും, കുറച്ചിങ്ങനെ കട്ടിയുള്ള ടൈപ്പ് ആയതുകൊണ്ട്. അപ്പോൾ ഒരു വേവാൻ കുറച്ച് സമയം കൊടുക്കേണ്ടി വരും. ഒരു 10 മിനിറ്റോളം മൂടി വെച്ച് തിളച്ച് വരുമ്പോൾ തക്കാളിയുടെ വെള്ളവും നമ്മൾ ഒഴിച്ച വെള്ളം കൂടിയായിട്ട് നല്ല ഒരു പാകത്തിന് എത്തും. കുറച്ച് നേരം മൂടി വെച്ച് ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് തുറന്നാൽ നല്ല അടിപൊളി തക്കാളിക്കറി റെഡി. ഓക്കെ.